ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വെൽ. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഇഡ്ഡലിയാണ്. ഇതിനകത്ത് നമ്മൾ അരിയോ ഉഴുന്നോ ഒന്നും ആഡ് ചെയ്യുന്നില്ല, അരിപ്പൊടിയും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ചോറ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി ശരിയാക്കാം. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഈ സ്പെഷ്യൽ ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ചോറ് ബാക്കി വന്നതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് തരം ചോറായാലും കുഴപ്പമില്ല. ഞാനിവിടെ മട്ട റൈസാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 കപ്പ് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് കപ്പിലാണോ നിങ്ങൾ അരി എടുത്തത് അതേ കപ്പിൽ തന്നെ എല്ലാ മെഷർമെൻറ്റും എടുക്കണം. 2 കപ്പ് ചോറിന് 1 കപ്പ് വെള്ളം കറക്റ്റായിരിക്കും. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ചും കൂടെ വെള്ളം നമ്മൾക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടി വരും, കാരണം നമ്മൾ ഇതിനകത്ത് റവയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് തിക്കാവരുത്. ഒരുപാട് തിക്കായിട്ടുള്ള ബാറ്റർ ആണെങ്കിൽ ഇഡ്ഡലി സോഫ്റ്റ് ആവത്തില്ല. ഇനി നമ്മൾ ചോറെടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവയോ വറക്കാത്ത റവയോ ഏതായാലും കുഴപ്പമില്ല. ഇനി വേണ്ടത് തൈരാണ്. കുറച്ച് പുളിയുള്ള തൈരാണ് ഇതിന് വേണ്ടത്, കാരണം ഇഡ്ഡലിക്ക് കുറച്ചൊരു പുളി വേണം. അതിനായിട്ട് 1 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഞാനിവിടെ ആദ്യമേ തന്നെ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് മിക്സാക്കുന്നത്. നമ്മൾക്ക് ഇതിനകത്തോട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇത് നന്നായിട്ട് യോജിപ്പിക്കുമ്പോഴേ അറിയത്തുള്ളൂ എത്രമാത്രം വെള്ളം നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കണം എന്നുള്ളത്. ഇപ്പോഴും നമ്മളുടെ ബാറ്റർ നല്ലപോലെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും കട്ടി വേണ്ട, കുറച്ചും കൂടെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ എടുക്കുന്ന ഇഡ്ലി മാവിനേക്കാളും കുറച്ചും കൂടെ കട്ടിയായിട്ടായിരിക്കും ഇതിരിക്കുക. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾക്ക് കിട്ടാനായിട്ട്. ഇപ്പം ഇത് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഒരു സ്പൂൺ വെച്ച് ഞാൻ ഇളക്കി കാണിക്കാം. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾക്ക് കിട്ടാനായിട്ട്. ഇനി ഇത് കുറച്ച് നേരം നമ്മൾക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ റവയൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 15 തൊട്ട് 20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ഇപ്പം ഏതാണ്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾക്കിനി ഒന്നും കൂടെ അത് തുറന്നു നോക്കിയിട്ട് ഇതിനകത്ത് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. ഈനോ സോൾട്ട് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയാണ് ചേർക്കേണ്ടത്. ബേക്കിംഗ് സോഡ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഈനോ സോൾട്ട് ആണെങ്കിൽ 3/4 ടീസ്പൂൺ എടുത്ത് വേണ്ടി വരും. ഇതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കണം. പിന്നെ നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കരുത്. അപ്പം ഇത് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം തിളയ്ക്കാൻ വെക്കുക. ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് നേരെ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇഡ്ഡലി തട്ടിനകത്ത് കുറച്ച് നല്ലെണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ മാവ് ഒഴിച്ചു കൊടുക്കുക. ഇത്രയും മാവ് വെച്ച് നമ്മൾക്ക് ഏകദേശം 20 ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പം നിങ്ങൾക്ക് കുറവ് മതിയെങ്കിൽ ഇതിൻ്റെ നേരെ പകുതി മെഷർമെൻറ്റ് എടുത്താൽ മതി. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവിക്കുക. അപ്പോഴത്തേക്കും നമ്മളുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടായിരിക്കും. ഇപ്പം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ഇഡ്ഡലി നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഇഡ്ഡലിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അരി ഇഡ്ഡലിയുടെ ടേസ്റ്റ് പോലെ ആയിരിക്കത്തില്ല. ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചമ്മന്തിയോ സാമ്പാറോ ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ സാമ്പാറാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇനി അരി വെള്ളത്തിലിടാനൊക്കെ മറന്നാലേ ഈ മെത്തേഡ് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ചോറ് ബാക്കി വന്നാലും ഇതേ മെത്തേഡ് ട്രൈ ചെയ്യാം. ഒരു വെറൈറ്റി റെസിപ്പി ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Thank you.